ജനാപത്തുകാരൻ എപ്രകാരമാണോ അല്ലെങ്കിൽ ജനാപത്തുകാരി എപ്രകാരമാണോ അതിൽ നിന്ന് ശുദ്ധി വരുത്തേണ്ടതെങ്കിൽ ഏറെക്കുറെ അതേപോലെ തന്നെയാണ് ആർത്തവ രക്തത്തിൽ നിന്ന് ശുദ്ധിയായാലുള്ള കുളിയും. ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം. അത് ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാനും സാധിക്കും. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ പറയുകയാണ്, ഒരിക്കൽ അസ്മാ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി ഹൈളുകാരി കുളിക്കുന്നതിനെ സംബന്ധിച്ച്, എപ്രകാരമാണ് കുളി നിർവഹിക്കേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, തഅഖുദു ഇഹ്ദാകുന്ന മാഅഹാ വസിദറതഹാ ഫതതഖറു ഫതുഹ്സിനു തഹൂർ. ആദ്യം അതാണ് പറഞ്ഞത്. തഅഖുദു ഇഹ്ദാകുന്ന, നിങ്ങളിൽ ഒരാൾ അവൾ എടുത്തു വെക്കട്ടെ, മാഅഹാ അവൾക്ക് ശുദ്ധീകരിക്കുവാനുള്ള വെള്ളം, ആ വെള്ളം തയ്യാറാക്കുക, വസിദറതഹാ അതുപോലെ തന്നെ അവർക്ക് തേച്ച് കഴുകി ശരീരം ശുദ്ധിയാക്കുവാനുള്ള താളി. സിദറത്ത് എന്ന് പറഞ്ഞാൽ ഒരുതരം വൃക്ഷത്തിന്റെ ഇല, അത് ചതച്ചരച്ച് പിഴിഞ്ഞുണ്ടാക്കുന്ന ഒരു തരം കൊഴുത്ത ദ്രാവകമാണ് താളി. നമ്മുടെ നാട്ടിലൊക്കെ അത് പ്രയോഗിക്കാറുണ്ട്. പണ്ട് കാലത്തൊക്കെ തലയിൽ സ്ത്രീകൾ മെഴുക്ക് എണ്ണയൊക്കെ പോകുവാനും ശുദ്ധീകരണം വരുത്തുവാനും ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ചില ചെടികളുടെ വള്ളികളും ഇലകളും ഒക്കെ ചതച്ചരച്ച് പിഴിച്ചുണ്ടാക്കുന്ന, അതിൽ നിന്ന് പിഴിഞ്ഞുണ്ടാക്കുന്ന ഒരു തരം കൊഴുത്ത ദ്രാവകം. അത് തേച്ചിട്ടാണ് പലപ്പോഴും താളിയായി ഉപയോഗിച്ചിട്ടാണ് കുളിക്കാറുള്ളത്. ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇന്ന് ആ ഒരു സംവിധാനത്തിന് പകരമായി ആധുനിക സംവിധാനങ്ങൾ എമ്പാടുമുണ്ട്. നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സോപ്പുകളുണ്ട്. അതേപോലെ തന്നെ പകരമായി ഉപയോഗപ്പെടുത്തുന്ന വ്യത്യസ്ത ബ്രാൻഡുകളിലും കളറുകളിലുമൊക്കെയുള്ള ഷാമ്പുകളുണ്ട്. ആ വിധത്തിലുള്ള വസ്തുക്കളൊക്കെ ഇന്ന് ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ഒരുക്കി വെക്കുക, അഥവാ വെള്ളം അന്നൊക്കെ അത് വെള്ളം തയ്യാറാക്കിയിട്ട് വേണമല്ലോ. അതേപോലെ തന്നെ ഇത് കഴുകി വൃത്തിയാക്കുവാനുള്ള താളി അഥവാ അതിന് പകരമായിട്ടുള്ള സോപ്പോ ഷാമ്പുവോ എന്താണെങ്കിലും ഒക്കെ തയ്യാർ ചെയ്ത് വെച്ച് ഫതതഖറു, അങ്ങനെ അവൾ എന്ത് ചെയ്യണം? ശുദ്ധീകരണം വരുത്തണം. ഫതുഹ്സിനു തഹൂറ, ശുദ്ധീകരണം ഏറ്റവും നല്ല നിലക്ക് ശുദ്ധീകരണം നിർവഹിക്കണം. എന്താണ് ഈ നല്ല നിലക്ക് ശുദ്ധീകരണം നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ചുണ്ട്. ഒന്ന്, സമ്പൂർണമായ ഒരു ഉളു എടുക്കട്ടെ എന്നതിന് വ്യാഖ്യാനം നൽകിയ പണ്ഡിതന്മാരുണ്ട്. ഒരു സ്ത്രീ കുളിക്കുവാൻ ആരംഭിക്കുമ്പോൾ അവൾ ഈ നിലക്ക് കൃത്യമായി അവൾ ഒരു ഉളു സമ്പൂർണമായി എടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത് ആർത്തവ രക്തക്കറ പുരണ്ട അവരുടെ സ്വകാര്യ പാർട്ട് അതവർ ശരിക്ക് കഴുകി ശുദ്ധീകരിക്കട്ടെ എന്നും അങ്ങനെയും വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനമാണ് കുറച്ചുകൂടി ഇതിനോട് യോജിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാബത്ത് കുളി നിർവഹിക്കുന്ന വേളയിൽ അവിടുത്തെ വലത് കൈ കൊണ്ട് ഇടത്തെ കൈയിലേക്ക് വെള്ളമൊഴിക്കുകയും സ്വകാര്യ ഭാഗം വളരെ വൃത്തിയായി കഴുകുകയും ചെയ്തു എന്നാണല്ലോ. അപ്പോൾ ഋതുമതിയായ ഒരു സ്ത്രീ അവൾ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായി കഴിഞ്ഞാൽ കുളിക്കുന്ന വേളയിൽ അവളും എന്താണ് ചെയ്യേണ്ടത്? ആദ്യം അവൾ കൈകളൊക്കെ കഴുകി, അതുപോലെ തന്നെ അവൾ വായും മൂക്കുമൊക്കെ വൃത്തിയാക്കി, അതേപോലെ അവളുടെ ഈ സ്വകാര്യ പാർട്ടിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള രക്തക്കറകളോ മറ്റേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായും പൂർണ്ണമായും കഴുകി ശുദ്ധീകരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഷാമ്പോ സോപ്പോ ഒക്കെ ഉപയോഗിച്ച് അത് കൃത്യമായി അവൾ അത് ശുദ്ധീകരിക്കുക. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ തസുബ്ബു അലാ റഅസിഹാ ഫതദുലുകുഹു ദൽകൻ ശദീദൻ ഹത്താ തബ്ലുഗ ശുഊന റഅസിഹാ സുമ്മ തസുബ്ബു അലൈഹൽ മാഅ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അങ്ങനെ ആ ഭാഗം കൃത്യമായി വൃത്തിയാക്കിയതിന്റെ ശേഷം ഉളൂവും എടുക്കാം. ഈ ഉളൂവും എടുക്കാം. കാരണം ഈ വിധത്തിലുള്ള ആ വ്യാഖ്യാനം അനുസരിച്ച് സ്വകാര്യ പാർട്ടിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള രക്തക്കറകളൊക്കെ കഴുകിക്കളഞ്ഞതിന്റെ ശേഷം പിന്നീട് എന്ത് ചെയ്യുക? സമ്പൂർണ്ണമായ ഉളൂവൊക്കെ എടുത്ത് പിന്നെ അവർ അവരുടെ തലയിലേക്ക് വെള്ളം ഒഴിക്കട്ടെ. തലയിലേക്ക് ആദ്യം തല ഭാഗം കൊണ്ടാണല്ലോ ഇപ്പോൾ ജനാബത്ത് കുളിയാണെങ്കിലും ആരംഭിക്കേണ്ടത്. അപ്പോൾ ആദ്യം അവരുടെ തലയിലേക്ക് അവർ വെള്ളം ഒഴിക്കുക. ഫതദുലുകുഹു, എന്നിട്ട് ആ തല അവർ തേച്ച് കഴുകട്ടെ. ദൽകൻ ശദീദൻ, വളരെ ശക്തമായ നിലക്ക് തേച്ച് കഴുകുക തലമുടി. ഹത്താ തബ്ലുഗ ശുഊന റഅസിഹാ, അവരുടെ മുടിയുടെ ഉൾഭാഗത്തേക്ക് എത്തുന്നതുവരെ. അഥവാ അപ്രകാരം നിർവഹിക്കുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. തലമുടിയൊക്കെ ശരിക്ക് നന്നായി താളിയോ സോപ്പോ ഷാമ്പോ ഒക്കെ ഇട്ട് നന്നായി തലയുടെ ഉള്ളിലേക്ക് തന്നെ ആ തൊലിപ്പുറമേക്ക് അല്ലെങ്കിൽ മുടിയുടെ ഉൾഭാഗത്തേക്ക് എത്തും വിധത്തിൽ കഴുകലാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. എന്നാൽ അതിൽ ഇളവുകളുണ്ട്. അതേപോലെ തന്നെ അതത്ര നിർബന്ധമായ കാര്യമല്ല എന്നത് ശേഷം വരുന്ന ചില ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട്. എന്തായാലും അതിൻ്റെ സമ്പൂർണമായ ഒരു രീതി, പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു എല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു രീതിയിൽ ഈ നിലക്ക് തലമുടിയൊക്കെ ശരിക്ക് എല്ലാ ഭാഗത്തും അങ്ങനെ നനയുന്ന വിധത്തിൽ തേച്ച് കഴുകി വെള്ളമൊഴിച്ച് തേച്ച് കഴുകാൻ പറഞ്ഞു. സുമ്മ തസുബ്ബു അലൈഹൽ മാഅ, പിന്നെ അവളുടെ ശരീരത്തിലേക്ക് അവൾ വെള്ളം ഒഴിക്കണം. മൊത്തം ശരീരം നനയുന്ന നിലക്ക് പൂർണ്ണമായ നിലക്ക് വെള്ളം ഒഴിക്കുക. സുമ്മ തഅഖുദു ഫിർസതൻ മുമസ്സകതൻ ഫതതഖറു ബിഹാ,
പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൂചനയിലൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്തി. അതെന്താണ്? പിന്നീട് അവൾ എടുക്കട്ടെ ഫിർസത്തൻ, ഒരു പരുത്തി കഷ്ണം, ഒരു തുണിക്കഷ്ണമോ ഒരു പരുത്തിയോ കോട്ടൺ എന്തെങ്കിലും ഒന്ന്, ഏത് വിധത്തിലുള്ള മുമസ്സക്കത്തൻ, മിസ്ക് പുരട്ടിയിട്ടുള്ള, അന്ന് കസ്തൂരിയുടെ ഉപയോഗമൊക്കെ ഏറെ മികച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ കസ്തൂരി പുരട്ടപ്പെട്ടിട്ടുള്ള ഒരു പരുത്തി തുണിയെടുത്ത്, ഒരു കഷ്ണം തുണിയെടുത്ത് ഫതതഖറു ബിഹാ, അതുകൊണ്ട് അവൾ പ്രത്യേകം ഒന്ന് ശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? സുഗന്ധവസ്തു കൊണ്ട് അവരുടെ ആർത്തവ രക്തക്കറയാകുന്ന സ്വകാര്യ പാർട്ട് ഭാഗം സുഗന്ധവസ്തു ഉപയോഗിച്ചിട്ടുള്ള ഒരു തുണിക്കഷ്ണം കൊണ്ടൊന്ന് ശുദ്ധീകരിക്കുക, അവിടെ ഒന്ന് സുഗന്ധം പരത്തുന്ന വിധത്തിൽ ആ നിലക്ക് അവർ ശുദ്ധീകരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂചനാ രൂപത്തിൽ പറഞ്ഞപ്പോൾ അസ്മാ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അതത്ര മനസ്സിലായില്ല. എന്താ നബി തങ്ങൾ ആ പറഞ്ഞത്? അപ്പൊ അസ്മാ ബിബി ചോദിച്ചു, വകൈഫ തതഖറു ബിഹാ, എങ്ങനെയാണ് ഈ കസ്തൂരി പുരട്ടിയ വസ്ത്രം കൊണ്ടൊരു പ്രത്യേക ശുദ്ധീകരണം എപ്രകാരമാണ് നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. സഹാബത്ത് അങ്ങനെയാണ്, അവർക്ക് ഉണ്ടാകുന്ന സംശയം തീരുവോളം അതിൽ അവർക്ക് ലജ്ജയൊന്നുമില്ല. കാരണം ഇത് അവരുടെ ശുദ്ധിയെ ബാധിക്കുന്ന വിഷയമാണ്, നമസ്കാരത്തെ ബാധിക്കുന്ന വിഷയമാണ്, നോമ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. അവർക്കതിനൊക്കെ വളരെ നിഷ്ഠയാണ്, അതിലൊന്നും അവർക്ക് ലജ്ജയില്ല. അപ്പൊ അസ്മാ ബീവി ചോദിച്ചു, എങ്ങനെയാണ് അവിടം ശുദ്ധീകരിക്കുക അതുകൊണ്ട്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എങ്ങനെയാ അതാണ് പച്ചയായിട്ട് പറയാം? റസൂലുള്ളാഹി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധൻ, തതഖുരീന ബിഹാ, അതുകൊണ്ട് ശുദ്ധിയാക്ക്, നിങ്ങൾ അത് മുഖേന ഒന്ന് ശുദ്ധി വരുത്തുക, അവിടം ശുദ്ധിയാക്ക് എന്നിങ്ങനെ നബി തങ്ങൾ വീണ്ടും ആവർത്തിച്ചു. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കാര്യം മനസ്സിലായി. അള്ളാന്റെ റസൂലിന് ഇത് അങ്ങോട്ട് നേർക്കുനേരെ പറയാനുള്ള ഒരു ലജ്ജ കൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ പ്രയോഗിക്കുന്നത്. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ വളരെ തന്ത്രപരമായിട്ട് എന്ത് ചെയ്തു? സ്വകാര്യം പറയാനെന്ന നിലക്ക് അസ്മാ ബീവിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് സ്വകാര്യത്തിൽ പറഞ്ഞു കൊടുത്തു. അള്ളാന്റെ റസൂൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തതബ്ബഈന അസറദ്ദമി, സ്വകാര്യ പാർട്ടിൽ ബാധിക്കുന്ന രക്തത്തിന്റെ പാടും ഭാഗവും ഒക്കെ ബാധിച്ചിട്ടുള്ള ഭാഗത്ത് ഒരു സുഗന്ധം അവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അവിടുന്ന് ഉദ്ദേശിച്ചത്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സുഗന്ധം ആ ഭാഗത്ത് നിർവഹിക്കുക, അല്ലെങ്കിൽ സുഗന്ധം പൂശുക എന്നുള്ളതാണ് അവിടുന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മെൻസസിൽ നിന്ന് ശുദ്ധിയായതിന്റെ ശേഷമുള്ള കുളിയുടെ രൂപത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല അസ്മാ റളിയല്ലാഹു തആല അൻഹ തന്നെ റസൂലുള്ളാഹിനോട് ജനാബത്ത് കുളിയെ സംബന്ധിച്ചും ചോദിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ആവർത്തിക്കേണ്ടതില്ല. അവിടെ നബി തങ്ങൾ വീണ്ടും പറഞ്ഞു കൊടുത്തു, എന്ത്? നീ വെള്ളമെടുക്ക്, അതുകൊണ്ട് നീ ശരിക്കും ശുദ്ധീകരണം വരുത്ത്, എന്നിട്ട് തലയിലേക്ക് വെള്ളമൊഴിക്ക്, എന്നിട്ട് തലയുടെ ഉൾഭാഗത്തെത്തുന്ന നിലക്ക് അവിടെ ഒരു പൂർണ്ണമായി തേച്ച് ശക്തിയായ നിലക്ക് തേച്ച് കഴുകുക എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ ജനാബത്ത് കുളിക്കുമ്പോൾ തലയിൽ വെള്ളമൊഴിക്കുമ്പോൾ എല്ലാ ഭാഗത്തും അങ്ങനെ വെള്ളമെത്തൽ നിർബന്ധമില്ല, അഥവാ തലയുടെ ഓരോ മുടിയിഴകളിലും വെള്ളം എത്തിക്കൊള്ളണമെന്നില്ല, അത് ഹൈദിലാണ് അത് ബാധകമാകുന്നത് എന്നൊക്കെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ആ വ്യത്യാസത്തിലേക്ക് ഞാൻ അതിൻ്റെ അവസാനം വരുന്നുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ പിന്നീട് നീ എന്ത് ചെയ്യ്? ശരീരത്തിൽ മുഴുവനും വെള്ളമൊഴുക്കുക എന്നിങ്ങനെ. അപ്പൊ ജനാബത്ത് കുളിയും ഈ കുളിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഇപ്പൊ നമുക്ക് എന്തേ വ്യത്യാസം കാണുന്നുള്ളൂ? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? നിങ്ങൾ ഒരു പരുത്തി വസ്ത്രമെടുത്തുകൊണ്ട് ആ ഭാഗം നിങ്ങൾ കുളി കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് പ്രത്യേകം ഒരു സുഗന്ധം ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ തല വളരെ ശക്തമായ നിലക്ക് ഉരച്ച് നന്നായിട്ട് തേച്ച് കുളിക്കണം, കഴുകണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആർത്തവ രക്തം പുരണ്ടിട്ടുള്ള പാർട്ട് ആദ്യം തന്നെ കൃത്യമായി ശുദ്ധീകരണം വരുത്തണം എന്നും പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയണം, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, പലപ്പോഴും ഇതൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ശ്രോതാക്കൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ ഇതൊക്കെ അറിയാത്ത എത്രയോ ആളുകളുണ്ട്. എങ്ങനെ ശുദ്ധീകരണം വരുത്തണം, അല്ലെങ്കിൽ ഇതിൻ്റെ അദബുകൾ എന്ത്, ഇതിൽ പാലിക്കേണ്ട മര്യാദകൾ എന്ത് എന്നൊക്കെ അറിയാത്ത ആളുകളുണ്ട്. ലജ്ജ കാരണം ഇതൊന്നും ചോദിക്കുകയുമില്ല. ആവശ്യ കാര്യങ്ങൾ പഠിക്കുന്നതിൽ അവർ ലജ്ജിക്കുന്നു, എന്നാൽ അനാവശ്യമായ കാര്യങ്ങളിൽ അവർ എന്ത് ചെയ്യുന്നില്ല? ലജ്ജ കാണിക്കുന്നുമില്ല. എന്നാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ സംഭവമൊക്കെ നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം കൂട്ടിച്ചേർത്ത ഒരു വാചകം ഞാൻ ഇതിനോട് സാന്ദർഭികമായി കൂട്ടിച്ചേർക്കുകയാണ്. എന്താണ് ഉമ്മ പറയുന്നത്? നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ, അൻസാരി വനിതകൾ എത്ര നല്ല വനിതകളാണ്, എത്ര നല്ല പെണ്ണുങ്ങളാണ് മദീനയിലെ അൻസാറുകളായ പെണ്ണുങ്ങൾ. എന്താ അവർക്കുള്ള മേന്മ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ലം യകുൻ യംനഉഹുന്നൽ ഹയാഉ, ആ സ്ത്രീകൾക്ക് ലജ്ജ തടസ്സമേ ആകാറില്ല, അൻ യതഫഖഹ്ന ഫിദ്ദീനി, മതപരമായ ഒരു വിഷയത്തിൽ ചോദിച്ചറിയേണ്ടത് കൃത്യമായി അവർക്ക് സംശയം തീരുവോളം ചോദിച്ച് ഗ്രഹിക്കുന്നതിന് അവർക്ക് അവരുടെ ലജ്ജ ഒരിക്കലും തടസ്സമാകാറില്ല. അപ്പോൾ നോക്കൂ സഹോദരിമാര് മനസ്സിലാക്കുക, സഹോദരന്മാർ മനസ്സിലാക്കുക, ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു, സഹാബത്ത് പറഞ്ഞു, ഫുഖഹാക്കളും മുഹദ്ദിസീങ്ങളും അഥവാ ഹദീസ് പണ്ഡിതന്മാരൊക്കെ വർഷക്കണക്കിനായി ആയിരക്കണക്കിന് കൊല്ലങ്ങളോളമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് രേഖപ്പെടുത്തി വെച്ചു. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം, എങ്കിലേ ആ കുളി ശരിയാവുകയുള്ളൂ.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം, ഇപ്പൊ മുടിയുടെ ഉൾഭാഗം വരെ എത്തുന്ന നിലക്ക് ശക്തമായി തേച്ച് കഴുകണം എന്ന് പറഞ്ഞപ്പോൾ ചില സ്ത്രീകൾ മുടി കെട്ടിവെച്ചിട്ടുണ്ടാകും, മെടഞ്ഞു വെച്ചിട്ടുണ്ടാകും. അങ്ങനെ മെടഞ്ഞു വെച്ച മുടികൾ ഓരോന്നോരോന്നായി അഴിച്ചിട്ട് എല്ലായിടത്തും വെള്ളം എത്തുന്ന നിലക്ക് അങ്ങനെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അതോ വെള്ളം കോരി ഒഴിച്ചാൽ മതിയോ എന്ന ഒരു ചർച്ച ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ഉണ്ടായി. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഞാൻ അള്ളാഹിന്റെ റസൂലിനോട് ചോദിച്ചു, ഇന്നിമ്രാത്തുൻ അശുദ്ദു ളഫറ റഅസി, ഞാൻ എൻ്റെ തലമുടി ഇങ്ങനെ മെടഞ്ഞ് കെട്ടിവെക്കുന്ന ഒരു സ്ത്രീയാണ്. അഫ അൻഖുദുഹാ ഇൻദ ഗുസ്ലിഹാ, അത് കഴുകുന്ന വേളയിൽ ഞാൻ ആ കെട്ടഴിച്ചിടണമോ? മിനൽ ജനാബത്തി, ജനാബത്ത് കുളിക്കുമ്പോൾ, വേറെ ചില റിപ്പോർട്ടിൽ ഹൈലത്തി, ഹൈദ് കുളിക്കുമ്പോൾ എന്നിങ്ങനെ രണ്ട് നിലക്കും ചോദിച്ചിട്ടുണ്ട്. ഞാനത് കെട്ടഴിച്ച് പ്രത്യേകം കഴുകേണ്ടതുണ്ടോ, അപ്പൊ നബി കഴുകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറുപടി ശ്രദ്ധിക്കുക, ഇന്നമാ യക്ഫീകി, നിനക്ക് ഇപ്രകാരം ചെയ്താൽ മതിയാകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം അഴിച്ചിട്ട് ഓരോന്ന് കൃത്യമായി കഴുകൽ തന്നെയാണ്. എന്നാൽ അള്ളാഹിന്റെ റസൂൽ പറയുന്നത് എന്താണ്? ഇന്നമാ യക്ഫീകി, നിനക്ക് ഇപ്രകാരമായാലും മതി, ഇത് മാത്രം മതി. എന്ത്? അൻ തുഹ്സി അലാ റഅസികി, നിന്റെ തലയിലേക്ക് നീ കോരി ഒഴിക്കുക, സലാസ ഹസയാത്തിൻ മിൻ മാഇൻ, വെള്ളത്തിൻ്റെ ഒരു 3 കോരൽ ശരിക്ക്, അതുകൊണ്ടുള്ള നനയൽ നനഞ്ഞു എന്ന നിലക്ക്, ആ നിലക്ക് വെള്ളം എത്തുന്ന നിലക്ക് നീ 3 കോരൽ കോരിയാൽ മതി. ഓരോന്ന് മുടിനാരിഴ കീറി അതുപോലെ തന്നെ അതിൻ്റെ കെട്ടഴിച്ചൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടേണ്ടതില്ല. സുമ്മ തുഫീളീനി അലാ ജസദിക്കി, പിന്നീട് നിന്റെ ബോഡി മൊത്തം നീ എന്ത് ചെയ്യുക? വെള്ളം ഒഴുക്കി കഴുകുക. ഇവിടെ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു ജനാബത്ത് കുളിക്കുമ്പോൾ അങ്ങനെ ആവശ്യമില്ല, ഹൈലിനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ട്. അതിനവർ പറയുന്ന ന്യായം, ഹൈല് കുളി എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ഒരിക്കലും മാത്രമൊക്കെ സംഭവിക്കുന്നതാണ്. ജനാബത്തുകാരിയാവുക എന്നുള്ളത് ഇടയ്ക്കിടെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം ജനാബത്തുകാരിക്കും അങ്ങനെ ഒരു നിയമം നിർബന്ധമാക്കിയാൽ അതൊരു വിഷമകരമാവുമല്ലോ എന്നുള്ളത് കൊണ്ട് ഹൈലുകാരിക്ക് അവൾ കുളിക്കുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് തലമുടിയുടെ കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഴിച്ച് വൃത്തിയാക്കണം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്തായിരുന്നാലും ആ രണ്ട് വീക്ഷണങ്ങളും ഒരുമിപ്പിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സൂക്ഷ്മതയ്ക്ക് നല്ലത് ഇങ്ങനെ കുളിക്കുന്ന വേളകളിൽ പരിപൂർണമായ നിലക്ക് അങ്ങനെ കെട്ടുള്ള മുടികളൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ച് ആ നിലക്ക് വെള്ളം എത്തുന്ന നിലക്ക് സമ്പൂർണമായി കഴുകൽ തന്നെയാണ് ഉത്തമം. എന്നാൽ നിർബന്ധമാണെന്ന് പറഞ്ഞുകൂടാ. അതിന് ഉപോത്ബലകമായ ഒരു സംഭവം എന്താണ്? അങ്ങനെ നിർബന്ധമാണെന്ന് പറഞ്ഞുകൂടാ എന്നുള്ളതിന് ഉപോത്ബലകമായ മറ്റൊരു റിപ്പോർട്ട് കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് വിവരം കിട്ടി. എന്ത്? സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യഅ്മുറുൻ നിസാ, അവർ സ്ത്രീകളോട് കൽപ്പിക്കുന്നുണ്ട്, അവര് പിന്നെ വലിയ ശുദ്ധിയിൽ നിന്ന് കുളിക്കുന്ന വേളയിൽ അവരുടെ തലയുടെ മുടിക്കെട്ടുകളൊക്കെ അഴിച്ച് പ്രത്യേകം കഴുകണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമക്ക് അഭിപ്രായമുണ്ട് എന്ന വിവരം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കാതിൽ എത്തിയപ്പോൾ അവർ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. എന്താണ് അവർ ആ അഭിപ്രായത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്? യാ അജബൽ ഇബ്നു ഉമർ ഹാദാ, എന്ത് പറ്റി ഇബ്നു ഉമറിന്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. യഅ്മുറുൻ നിസാ ഇദാ ഖതസൽന അൻ യൻഖുദിന, സ്ത്രീകൾ കുളിക്കുന്ന വേളയിൽ മുടിക്കെട്ടൊക്കെ അഴിച്ചിടാനായി അദ്ദേഹം നിർബന്ധിക്കുകയാണോ? എന്നാ പിന്നെ ഫലാ യഅ്മുറുഹുന്ന അൻ യഹ്ലിഖ്ന റൂസഹുന്ന എന്നാ അവർ മഹദി പറയുന്നത്. എന്നാ പിന്നെ അവർ തലയങ്ങ് മൊട്ടയടിക്കണം കുളിക്കുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് വരെ അവർ ഒന്ന് ഗൗരവത്തോടുകൂടെ ആ വിഷയത്തെ കാണുകയാണ്. എന്നിട്ട് അവർ പറയാണ്, ഇതൊന്നും നിർബന്ധമൊന്നുമല്ല, കാരണം ലഖദ് കുൻതു അഗ്തസിലു അനാ വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇനാഇൻ വാഹിദിൻ, ഞാനും അള്ളാഹുവിന്റെ റസൂലൊക്കെ ഒരൊറ്റ പാത്രത്തിൽ നിന്ന് കുളിക്കുന്ന വേളയിൽ വലാ അസീദു വലാ നുഫ്രിഗ അലാ റഅസി സലാസ ഇഫ്റാഖാത്തിൻ, ഞാൻ എൻ്റെ തലയിലേക്ക് 3 കോരൽ വെള്ളമൊഴിക്കുന്നതിൽ മതിയാക്കാറാണ് പതിവ്, അതിലപ്പുറമൊന്നും ഞാൻ ഒന്നും ചെയ്യാറൊന്നുമില്ല എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസിൽ തന്നെ നമുക്കത് കാണുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു നിർബന്ധമല്ല. എന്നാൽ ഇങ്ങനെ വീക്ഷണ വ്യത്യാസങ്ങൾ ആദ്യം പറഞ്ഞ ഹദീസിൽ തലമുടി നന്നായിട്ട് ദൽക്കൻ ഷദീദൻ എന്നൊക്കെ പറഞ്ഞല്ലോ, വളരെ ശക്തമായി നിലക്ക് തേച്ച് കഴുകുക എന്നൊക്കെ അത് വേണം എന്നൊക്കെ അഭിപ്രായപ്പെട്ട അങ്ങനെയുള്ള വീക്ഷണക്കാരും നിലവിലിരിക്കെ സൂക്ഷ്മതക്ക് നല്ലത് ഇങ്ങനെ സാധ്യമാകുമെങ്കിൽ അങ്ങനെ പൂർണ്ണമായ നിലക്ക് തന്നെ തേച്ച് അതിശക്തമായ നിലക്ക് തന്നെ തേച്ച് ഒരച്ച് കഴുകൽ തന്നെയാണ്. അതോടൊപ്പം ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യമായി മനസ്സിലാക്കേണ്ടത് നിയ്യത്ത് പ്രധാനമാണ്. ജനാബത്ത് കുളിയുടെ കാര്യം പറഞ്ഞിടത്തും നമ്മൾ അത് ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സാധാരണ കുളിയല്ല. സാധാ കുളിക്കും പോലെ ഒരു പെണ്ണ് ഋതുമതിയായ ഒരു സ്ത്രീ അവൾ പിന്നെ അവളുടെ രക്തം നിലച്ചതിന്റെ ശേഷം അവൾ കുളിക്കുമ്പോൾ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാവുക എന്ന നിയ്യത്തൊന്നും ഉണ്ടായില്ല. കേവലൊരു കുളിയാ കുളിച്ചത്, ശരിയാവില്ല, മടക്കി കുളിക്കണം ജനാബത്ത് പോലെ. അപ്പൊ ആർത്തവത്തിൽ നിന്നാവട്ടെ, പ്രസവരക്തത്തിൽ നിന്നാവട്ടെ, ജനാബത്തിൽ നിന്നാവട്ടെ, എന്ത് കുളിയാണോ കുളിക്കുന്നത് ആ കുളിയുടെ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നിയ്യത്ത് നിർബന്ധമാണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ജനാബത്ത് കുളിയുടെ ആ കാര്യത്തിൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ള എല്ലാ മര്യാദകളും അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഇതിലും നമ്മൾ പാലിക്കുന്നതാണ് ഇതിൻ്റെ രൂപം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ശരിയാം വിധം
ചെയ്യുവാനും നിർവഹിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളും അപാകതകളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ.